ഹജൂർ കച്ചേരി ഭരണസൗകര്യത്തിനായി തിരൂരങ്ങാടിയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പ്രധാന കെട്ടിടമായിരുന്നു ഹജൂർ കച്ചേരി. പോലീസ് സ്റ്റേഷൻ, സബ് രജിസ്ട്രാർ ഓഫീസ്, ജുഡീഷ്യറി തുടങ്ങിയ അഡ്മിനിസ്ട്രേഷൻ വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. മലബാർ സമരസേനാനികൾ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് ഇവിടുത്തെ ജയിലറകളിൽ വെച്ചായിരുന്നു. 1921 ആഗസ്റ്റ് 20 പരപ്പനങ്ങാടിയിൽ നിന്ന് ജാഥയായി എത്തിയ സമര നേതാക്കളെ തിരൂരങ്ങാടിക്ക് സമീപത്ത് വെച്ച് ബ്രിട്ടീഷ് സേന തടഞ്ഞു. ജനസേനയുമായി ഏറ്റുമുട്ടുകയും പോലീസ് തിരിച്ചു വെടിയുതിർത്തുകയും ചെയ്തു. പോരാട്ടത്തിൽ 9 സമരാനുകൂലികളും 2 സേനാംഗങ്ങളും കൊല്ലപ്പെട്ടു. ആൾക്കൂട്ടത്തിൻ്റെ എതിർപ്പ് കൂടി വന്നപ്പോൾ സമര നേതാക്കളിൽ ചിലരെ പിടികൂടി സേന ഹജൂർ കച്ചേരിയിലേക്ക് നീങ്ങി. അവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ജനം കച്ചേരി വളഞ്ഞു. സമരക്കാരെ ലൂയിസ് തോക്കുമായി ലൈൻസ്റ്റർ സേന നേരിട്ടു. വെടിവെപ്പിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി. പിറ്റേ ദിവസം സർക്കാർ ഹജൂർ കച്ചേരി ആക്രമിച്ച് ബ്രിട്ടീഷുകാരെ തുരത്തി. തുടർന്ന് കുറച്ചുകാലം ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായി. 1921 ആഗസ്റ്റ് 30 പട്ടാളം ഇവിടേക്ക് തിരിച്ചെത്തുകയുണ്ടായി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ഹജൂർ കച്ചേരി തിരൂരങ്ങാടിയുടെ താലൂക്ക് ആസ്ഥാനമായി പ്രവർത്തിച്ചു. ഒരു നൂറ്റാണ്ടിലേറെ കാലത്തിൻ്റെ ചരിത്രം പേറുന്ന ഹജൂർ കച്ചേരി എന്ന ഈ പൈതൃക മന്ദിരം കേരള പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്ഥാപനമാക്കിയിരിക്കുന്നു. കേന്ദ്ര സംരക്ഷണത്തിൻ്റെ ചർച്ച വന്നപ്പോൾ ബന്ധപ്പെട്ടവർ തിരഞ്ഞെടുത്തതും 75 സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ മന്ദിരമാണ്. ഹജൂർ കച്ചേരി മ്യൂസിയമാക്കാൻ തീരുമാനിച്ചതോടെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറെ നടന്നു. മലബാർ സമരത്തിൻ്റെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന മ്യൂസിയമാണ് സർക്കാർ പദ്ധതിയിട്ടത്. എങ്കിൽ രൂപത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ കോടതി പ്രവർത്തിച്ച മുറിയും ജയിലുമെല്ലാം ഇപ്പോഴും ഇവിടെയുണ്ട്. പുരാവസ്തു വകുപ്പിന് കീഴിലാണ് ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. 1921 മാപ്ല കലാപത്തിൽ വീരമൃത്യു വരിച്ച ബ്രിട്ടീഷ് ഓഫീസർമാരുടെ ശവകുടീരങ്ങൾ ഈ കെട്ടിട പരിസരത്തുണ്ട്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂർ റവന്യൂ ഡിവിഷൻ്റെ കീഴിലാണ് തിരൂരങ്ങാടി താലൂക്ക്. തിരൂരങ്ങാടി പട്ടണമാണ് ഇതിൻ്റെ ആസ്ഥാനം. തിരൂരങ്ങാടി താലൂക്കിൽ തിരൂരങ്ങാടി, പരപ്പനങ്ങാടി എന്നീ 2 മുനിസിപ്പാലിറ്റികളുണ്ട്. മിക്ക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളും തിരൂരങ്ങാടിയിലെ മിനി സിവിൽ സ്റ്റേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്.